എറണാകുളം ചോറ്റാനിക്കരയിൽ റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് നേരിട്ടത് കൊടിയ ക്രൂരത. ക്ലോസറ്റിൽ മിഹിറിന്റെ തല താഴ്ത്തി ഫ്ലഷ് ചെയ്തെന്നും നിറത്തെ പോലും പരിഹസിച്ചെന്നും മാതൃസഹോദരൻ മുഹമ്മദ് ഷെരീഫ് 24നോട് വെളിപ്പെടുത്തി. ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പോലീസ് പരിശോധന നടത്തി. തെളിവുകൾ ലഭിക്കാതെ ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ നടപടി എടുക്കില്ല എന്നാണ് സ്കൂളിന്റെ നിലപാട്. സമാനതകളില്ലാത്ത റാഗിങ്ങിന് മിഹിർ അഹമ്മദ് ഇരയെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. സ്കൂളിലും സ്കൂൾ ബസ്സിലും സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. വാഷ്റൂമിലെത്തിച്ച ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തി ഫ്ലഷ് ചെയ്തു. നിറത്തിന്റെ പേരിൽ പരിഹസിച്ചെന്നും സ്കൂളിൽ പരാതിപ്പെട്ടപ്പോൾ ഗൗരവത്തിലെടുത്തില്ലെന്നും മിഹിറിന്റെ മാതൃസഹോദരൻ മുഹമ്മദ് ഷെരീഫ് 24നോട്. അവനെ ഫോഴ്സ്ഫുള്ളി ടോയ്ലറ്റിൽ കൊണ്ടുപോയി ടോയ്ലറ്റ് സീറ്റിൽ കേൾപ്പിച്ചു. അതേപോലെ ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് തല ഇട്ടിട്ട് ഫ്ലഷ് ചെയ്തു, ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നുള്ളതൊക്കെ. അതുമാത്രമല്ല, അവൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് അതിനുശേഷം അതൊരു ഫണ്ണായിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവൻ്റെ മരണവാർത്ത അവൻ്റെ സ്കിൻ ടോണിനെ പോലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നമ്മളെ മോനുണ്ടായി, അവൻ പോയി. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വേറൊരു കുട്ടിക്ക് ഉണ്ടായിക്കൂടാ, ഇനി അങ്ങോട്ട് ഉണ്ടായിക്കൂടാ. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ആരോപണങ്ങൾ ഗ്ലോബൽ സ്കൂൾ അധികൃതർ നിഷേധിച്ചു. കുടുംബം സ്കൂളിൽ പരാതി നൽകിയിട്ടില്ല. റാഗിംഗ് നടന്നതായി അറിവില്ല. പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സ്കൂൾ മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പോലീസ് മേധാവിക്ക് മാതാവ് നൽകിയ പരാതിയിൽ തൃക്കാക്കര ACP അന്വേഷണം ആരംഭിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. 24 കൊച്ചി.